ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈമൻ ചില്ലീസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആണെങ്കിലും കുറേ ആൾക്കാരൊക്കെ പറയാറുണ്ട് പൂരി പൊങ്ങി വരുന്നില്ല, സോഫ്റ്റ് ആവുന്നില്ല എന്നൊക്കെ. ഈ ഒരു റെസിപ്പിയിൽ ഞാൻ മൈദ ഒട്ടും ഉപയോഗിക്കുന്നില്ല. പെർഫെക്റ്റ് ആയിട്ട് ഓയിൽ ഒട്ടും കുടിക്കാതെ ഗോതമ്പ് മാവ് കൊണ്ട് എങ്ങനെ പൂരി ഉണ്ടാക്കാമെന്ന കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനു മുൻപേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതിനായിട്ട് ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് പൊടികളൊക്കെ മിക്സാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ റവ ചേർക്കുമ്പോൾ പൂരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും പുറമെ നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാവും. പിന്നെ നമ്മൾ മൈദ ഇതിൽ ഉപയോഗിക്കുന്നേ ഇല്ല. അതില്ലാതെ നമുക്ക് നല്ല അടിപൊളി പൂരി ഉണ്ടാക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കൈവച്ച് തന്നെ എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം കുറച്ചായി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് മാവിന് 1 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. നമുക്കിനി വെള്ളം കുറച്ചായി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ചില പൊടികൾക്ക് ഇത്ര വെള്ളം വേണ്ടി വരില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചായി ഒഴിച്ച് കുഴച്ചെടുക്കാൻ വേണ്ടി പറയുന്നത്. വെള്ളം അധികം ചേർത്താൽ മാവ് നല്ല സോഫ്റ്റായി വരും. അപ്പോൾ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്രയും സോഫ്റ്റായ മാവല്ല വേണ്ടത്. സോഫ്റ്റായ മാവായിട്ടുണ്ടെങ്കിൽ എണ്ണ നല്ലവണ്ണം കുടിക്കും. അപ്പോൾ കുറച്ച് ഹാർഡായ മാവാണെങ്കിലാണ് നമുക്ക് എണ്ണ ഒട്ടും കുടിക്കാതെയുള്ള പൂരി ഉണ്ടാക്കാൻ കഴിയുക. പിന്നെ ഈ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളമൊന്നും ഉപയോഗിക്കണം എന്നില്ല. പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താലും നമുക്ക് നല്ല പൂരിയായിട്ട് കിട്ടും. മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. കുറച്ച് ഹാർഡായി തോന്നുന്നുണ്ടെങ്കിലും സാരില്ല. അപ്പോൾ ആ ഒരു പരുവത്തിൽ തന്നെ നിങ്ങൾ കുഴച്ചെടുക്കണം. അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇനി നമ്മൾ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. 1 ടേബിൾ സ്പൂണൊക്കെ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാം നന്നായി കുഴച്ച് ഒരു 10 മിനിറ്റ് നമ്മളിത് മാറ്റി വയ്ക്കണം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ കണ്ടില്ലേ, മാവ് കുറച്ച് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അതായത് ഓയിലൊക്കെ ചേർത്തില്ലേ, അതിൻ്റെ ഒരു രീതിയിൽ റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിൽ തന്നെ നിങ്ങൾ കുഴച്ചെടുക്കണം. ഇനി നമ്മളിത് ചെറിയ ഉരുളകളാക്കി എടുക്കാനാണ് പോകുന്നത്. മാവ് കുറച്ച് ഹാർഡായതുകൊണ്ട് തന്നെ ഉരുളകളാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഉരുളകളൊക്കെ ആക്കി വെച്ചതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ഉപയോഗിച്ചിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. പൊടി ഉപയോഗിച്ചിട്ട് ഒരിക്കലും പൂരിക്ക് വേണ്ടിയിട്ട് പരത്തിയെടുക്കാൻ പാടില്ല. പൊടി ഉപയോഗിച്ചിട്ട് പരത്തിയെടുത്താൽ എണ്ണ നല്ലവണ്ണം കുടിക്കും ആ പൂരി. അപ്പോൾ എണ്ണ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ഇത് പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കുറച്ച് വലിയ പൂരിയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് വലിയ ഉരുളകളാക്കി എടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓയിൽ നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാക്കിയാൽ എണ്ണ കുറച്ചെടുത്താൽ മതി. പിന്നെ പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അധികം നേരിയതായിട്ടും ഇത് പരത്തിയെടുക്കരുത്, അധികം കട്ടിയുള്ളതായിട്ടും പരത്തിയെടുക്കരുത്. അധികം നേരിയതായി പരത്തിയെടുത്താൽ ഇത് മുഴുവൻ പപ്പടം പോലെ ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ കട്ടിയായിട്ട് പരത്തിയെടുത്താൽ ഇത് അധികം പൊങ്ങി വരില്ല. അപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിൽ നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കുഴയ്ക്കുമ്പോൾ നമ്മൾ എണ്ണ ചേർത്തുകൊണ്ട് തന്നെ ഇങ്ങനെ ഉരുളകളാക്കി വെച്ചാൽ ഈ ഉരുളകൾ അധികം ഡ്രൈ ആയി പോവില്ല. ഉരുളകൾ ഡ്രൈ ആയാലും ഇതുപോലെ പൊങ്ങി വരുന്നതൊക്കെ പ്രശ്നമായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പൂരി അധികം കട്ടിയുള്ളതായിട്ടും അധികം നേരിയതായിട്ടും പരത്തിയെടുക്കരുത്. ഒരു മീഡിയം തിക്നെസ്സിൽ തന്നെ നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഉണ്ടാക്കിയാൽ എല്ലാ പൂരിയും നന്നായി പൊങ്ങി വരും. അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ടും ഉണ്ടാകും. ചില ആൾക്കാരൊക്കെ പറയുന്നത് മൈദ ചേർത്താലേ ഇത് സോഫ്റ്റ് ആവുള്ളൂ എന്നാണ്. മൈദ മാത്രം ഉപയോഗിച്ചിട്ട് പൂരി ഉണ്ടാക്കുന്നവരും ഉണ്ട്. മൈദ ശരീരത്തിന് അത്ര നല്ലതല്ലല്ലോ.
മൈദ ഇല്ലാതെ തന്നെ നമുക്ക് നല്ല പൂരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇനി മൈദ ഉപയോഗിക്കാതെ തന്നെ എല്ലാവരും പൂരി ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം. എല്ലാം പരത്തി വെച്ചതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പൂരി ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്നാൽ മാത്രമേ നല്ല പൂരിയായിട്ട് കിട്ടുള്ളൂ. മെയിനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരണം. നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം വേണം ഓരോ പൂരിയും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ എണ്ണ പൂരിയുടെ മുകളിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നതിന് ശേഷവും ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കിയാൽ പൂരിയുടെ കളറൊക്കെ മാറി ഡാർക്ക് കളറാവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ പൂരി ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ഈ പൂരി നന്നായിട്ട് പൊങ്ങി വരുന്നത്. അതായത് മുകൾ ഭാഗവും എണ്ണയായി കിട്ടുമ്പോൾ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ആക്കുമ്പോൾ പിന്നീട് ഉണ്ടാക്കുന്ന പൂരികളൊക്കെ വല്ലാതെ ഡാർക്ക് കളറായി കരിഞ്ഞു പോകുന്നത് പോലെ ഉണ്ടാവും. ചൂട് കുറയുന്നു എന്ന് കാണുമ്പോൾ ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കണം. പക്ഷേ പൂരി ഓയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ തിരിച്ചാക്കാൻ വേണ്ടി മറക്കരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പൂരി മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പൂരികളാണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ മതി. വലിയ പൂരികളാക്കുമ്പോൾ അത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് മാത്രം നമ്മൾ എണ്ണ ഉപയോഗിക്കേണ്ടി വരും. എണ്ണ കുറഞ്ഞു പോയാൽ അത് പൊങ്ങി വരില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ചെറിയ പൂരിയാക്കിയിട്ട് അതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് ആക്കുന്നതാണ് നല്ലത്. ഈ പറഞ്ഞതുപോലെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് എല്ലാ പൂരികളും നന്നായി പൊങ്ങി വരികയും ചെയ്യും. പിന്നെ അതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പൂരി ഇവിടെ നല്ല അടിപൊളിയായിട്ട് തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്.